ബദലയം കുടുംബ യൂണിറ്റ് യു ബ്യൂട്ടി വാട്ട് എ ഫിലിം ഗിരീഷ് ഷെഡി വണ്ടർ സച്ച് ആൻ എന്റർടൈൻമെന്റ്. അതായത് 2 മണിക്കൂർ 37 ഗിരീഷ് ഷെഡിയുടെ ഈ ഒരു കുടുംബ യൂണിറ്റ്, ഈ ഒരു വേൾഡിനകത്തേക്ക്, അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു വേൾഡിനകത്തേക്ക്, ആ കഥാപാത്രങ്ങളുടെ കൂടെ നമ്മൾ അങ്ങ് ഔട്ട് ഓഫ് ദ വേൾഡ് ആയി പോകും. അതുപോലത്തെ പടം എന്ത് രസമാണെന്നറിയോ? സീൻ ബൈ സീൻ അടുത്ത കാലത്ത് ഇത്രയും തിയേറ്ററിന് ചിരിച്ചൊരു സിനിമ പറയില്ല. കാരണം അതുപോലത്തെ എഴുത്താണ്, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ്, അതുപോലത്തെ സിറ്റുവേഷൻസ് ആണ്, ഇതിന്റെ മൊത്തം സിനാരിയോ അങ്ങനെയാണ്. കിട്ടലം പടം അതുപോലത്തെ പരിപാടിയില്ലേ. ഇനി നിവിൻ, വാവ് മാൻ, എന്ത് രസമാണ് നിവിൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ. ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, വളരെ സാധാരണയായിട്ടുള്ള ദ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയില്ലേ, അതാണ് നിവിൻ. ഭയങ്കര രസം. നിവിന്റെ ക്യാരക്ടറും അഭിനയവും പെർഫോമൻസും ജസ്റ്റിൻ എന്നാണ് പേര്. കിട്ടില്ല. ഒപ്പത്തിനൊപ്പം നമ്മുടെ മമിത ബൈജു തമിഴ്നാട്ടിൽ പോയിട്ട് വിജയുടെ കൂടെയും സൂര്യയുടെ കൂടെ ഒക്കെ ക്യൂട്ട്നെസ് കാണിച്ച് വെറുപ്പിക്കുന്നത്. അതല്ല, പ്രേമൽ കഴിഞ്ഞതിന് ശേഷം ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് മമിത ബൈജു. അതായത് ഒരു മേക്കപ്പ് പോലും ഇല്ല. അതായത് ഒരു സാധാരണ നാട്ടുംപുറത്തുള്ള ഒരു ക്രിസ്ത്യൻ ഗേൾ. നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഗേൾസിനെ ബസ്സിലോ കോളേജിലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ സൊസൈറ്റിയിലുള്ള അങ്ങനത്തെ ഒരു പെൺകുട്ടിയായിട്ട് അത് അഭിനയിക്കുമെന്ന് മനസ്സിലാവുകയില്ല, ഒരു സെക്കൻഡ് പോലും മനസ്സിലാവില്ല. അതുപോലത്തെ പെർഫോമൻസ്. പിന്നെ നിവിനും മമിതയും കൂടെ ഉള്ള കെമിസ്ട്രി, അത് എന്ത് രസം അറിയാം. ഇവർ തമ്മിൽ ഏജ് ഗ്യാപ്പ് ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്, പടത്തിന്റെ കഥയോ അതാണ്. പക്ഷെ അത് തമ്മിലുണ്ടാവുന്ന കോൺട്രാസ്റ്റും അത് തമ്മിലുണ്ടാവുന്ന ഒരു കോയറന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, രണ്ടും കൂടെ വോക്കാവുന്ന സമയത്തുള്ള ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസ. അതുപോലെ ഇതൊരു ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് ഒരുപാട് എടുത്തു പറയുകയാണെങ്കിൽ സുരേഷ് കൃഷ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിപ്പട വില്ലൻ നമുക്കറിയാം. പക്ഷെ പുള്ളിയുടെ കുറെ സാധനങ്ങളുണ്ട്, ഒരു രക്ഷയില്ല. അവർ ഇതിനകത്തുള്ള റെഫറൻസസ് തുടർന്ന് സിനിമയിൽ ലാലേട്ടൻ പോലീസ് സ്റ്റേഷൻ നിന്ന് ചാടുന്ന സീനുണ്ടല്ലോ, ഐക്കോണിക് സീൻ, സ്ലോ മോഷനിൽ, അത് സുരേഷ് കൃഷ്ണൻ കാണിച്ചിട്ട് ഇതിൽ പറയുന്നില്ല, സീൻസ് പറയുന്നില്ല. അങ്ങനെ എന്തൊക്കെ റെഫറൻസ് ഇതിനകത്ത്. അങ്ങനെ വരുന്നവരും പോകുന്നവരൊക്കെ പെർഫോം ചെയ്ത് ഓരോ സീനും മത്സരിച്ച് തൂക്കുക, അങ്ങോട്ടും തൂക്കി. അതിനൊപ്പം വളരെ എന്താ പറയുക ലൈറ്ററായിട്ടുള്ള കുറെ സീൻസ്. അതായത് ഞാൻ പറഞ്ഞേ മമിതയും നിവിനായിട്ടുള്ള അങ്ങനെ ഒരു നൈസ് പടം. ഗിരീഷ് ഷെഡി അൺഡൗട്ടഡ്ലി ദ ഫ്യൂച്ചർ ഓഫ് മലയാളം സിനിമ.